യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ആ സഹോദരന്മാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ലാസറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വാക്ക് നിനക്ക് പ്രിയനായവൻ എന്നാണ്. ചോദ്യം: പ്രിയരായവർക്ക് ദീനം വരുമോ? യേശുവിന് പ്രിയരാണ് നമ്മളെങ്കിൽ രോഗവും ദുഃഖവും കഷ്ടതയും വരാൻ സാധ്യതയുണ്ടോ? തിരുവചനം പറയുന്നു, ഉണ്ട്. ക്രിസ്തീയ ജീവിതം എന്നും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും മാത്രം ജീവിതമല്ല. ഇടയ്ക്കിടയ്ക്കുള്ള കഷ്ടതകൾ, വേദനകൾ, നിരാശകൾ കടലിലെ തിരകൾ പോലെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രഹരിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഒരു വ്യക്തി യേശുവിന് പ്രിയനായി മാറുന്നത്, പ്രിയയായി മാറുന്നത്? അത് ഒരു സുപ്രഭാതത്തിൽ അതിവേഗത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തിയോട് സുദൃഢമായ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത് ഒരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ലോങ് പീരീഡിലാണ്. അവന് പ്രിയനായി പ്രിയയായി നമുക്ക് മാറാൻ കഴിയുന്ന ഒരു ഷോർട്ട് പീരീഡിലല്ല, നിരന്തരമായുള്ള എൻ്റെ പ്രയത്നത്തിലൂടെ, എൻ്റെ സ്വഭാവത്തിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ യേശുവിൻ്റെ പ്രിയനായി മാറാൻ എനിക്ക് കഴിയും. ജീവിതത്തിൽ വരുന്ന ശോധനകൾക്കും കഷ്ടതകൾക്കും അപ്പുറത്ത് ഞാൻ അവൻ്റെ പ്രിയനാണെങ്കിൽ ഇത് നിരാശയിലേക്ക് എന്നെ കൊണ്ടിടുന്നതല്ല, ഇതിൽ നിന്ന് എനിക്ക് അത്ഭുതത്തെ പ്രതീക്ഷിക്കാൻ കഴിയും. ലാസറിന്റെ പേരിനെ ഉയർത്തി മാനിച്ച് അത്ഭുതമാക്കിയത് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് രണ്ടാമത്തെ ഉത്തരം അവൻ യേശുവിന് പ്രിയനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രാരംഭവാക്യത്തിൽ ആരാലും അറിയപ്പെടാത്ത ഒരുത്തനെന്ന് നാം ചിന്തിച്ചപ്പോൾ ഇവിടെ അവനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന് അവൻ പ്രിയനായിരുന്നു. നമ്മൾ യേശുവിന് പ്രിയനാണെങ്കിൽ നമ്മുടെ കഷ്ടതകളിൽ പ്രത്യാശ ഉളവാക്കുന്ന അനുഭവങ്ങളെ ദൈവം നമ്മുടെ മുന്നിൽ ഒരുക്കി തരും. ദൈവം അനുവദിച്ചു വരുന്ന കഷ്ടങ്ങൾ അത് നഷ്ടങ്ങളല്ല, അത്ഭുതത്തെ അതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുതുവഴികളെ തുറക്കുന്ന സാധ്യതകളെ ഉൾക്കണ്ണിൽ കാണുവാൻ നമുക്ക് കഴിയട്ടെ. വേദന മാറാനും കഷ്ടത മാറാനും പ്രാർത്ഥിക്കുമ്പോൾ അത് മരണത്തെ മുഖാമുഖം കാണുന്ന ചില അനുഭവങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നൊരു ചോദ്യത്തിന് മറുപടി ദൈവം പറയുന്നത്, നീ എനിക്ക് അത്രമാത്രം പ്രിയനാ, ഞാൻ നിന്നെ അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്താനുള്ള സാധ്യതകളായി ഇത് മാറുമെന്ന്. അതൊരു സാധാരണ രീതിയിലുള്ള സൗഖ്യത്തിനപ്പുറത്ത് അസാധാരണമായി കേൾവി ഇല്ലാത്ത ചില അനുഭവങ്ങളിലേക്ക് എൻ്റെ ഈ അവസ്ഥയെ മാറ്റുമെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരുപാട് സൗഖ്യങ്ങൾ കണ്ടിട്ടുണ്ട്. കുരുടരും മുടന്തരും ചെകിടരും കൂനരും ഒരുപോലെ സൗഖ്യമായ അനുഭവങ്ങൾ പുറകിലുണ്ടെങ്കിലും മരിച്ചൊരു വ്യക്തിയുടെ ഉയർപ്പ് ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു അത്ഭുതമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറേണ്ടതിന് വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഈ കഷ്ടതയിലും നിങ്ങളുടെ ഈ ശോധനയിലും അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കട്ടെ. രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുക്കുന്നതിനേക്കാൾ മരണത്തിൽ നിന്ന് ജീവനെ കൊടുക്കുന്ന അത്ഭുതത്തെ പ്രതീക്ഷിക്കുക. മരണമല്ല, ജീവനാണ്. ചലനമറ്റ് കിടക്കാനല്ല, കുതിച്ചെഴുന്നേൽക്കാനാണ്. ആരും അറിയപ്പെടാത്തവനായി മാറാനല്ല, യേശുവിന് പ്രിയനായി മാറാനാണ്. ആ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഒരു അത്ഭുതമായി മാറാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? യെശയ്യാ പ്രവചനത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത്, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയെന്ന. എന്നെ തകർക്കാൻ പിതാവിന് ഇഷ്ടം തോന്നണമെങ്കിൽ ഞാൻ അവന് അതുപോലെ പ്രിയനായിരിക്കണം. 3 പ്രാവശ്യം അതേ ആവർത്തി ഇവൻ എൻ്റെ പ്രിയ പുത്രനെന്ന് പിതാവ് യേശുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുമ്പോൾ പ്രിയരായവരെ കഷ്ടതയിലൂടെ കടത്തി വിട്ടിട്ടാണെങ്കിലും അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നതെന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് വരുന്ന കഷ്ടങ്ങൾ നഷ്ടമല്ല, പ്രത്യാശയുടെ പുതുവാതിലുകളായി പുരുഷാരം കാണുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ ഒരു അത്ഭുത സാക്ഷ്യമായി മാറട്ടെ. ആരാലും അറിയപ്പെടാത്ത ഒരുത്തനിൽ നിന്ന് യേശുവിന് പ്രിയനായി മാറാൻ, പ്രിയയായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അത് അത്ഭുതത്തിലേക്കുള്ള വഴികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുങ്ങാം, പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ. നിങ്ങൾ ഒരു അത്ഭുതമായി മാറും.